ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. അതിർത്തികളിൽ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഗതി മാറ്റാൻ ശേഷിയുള്ള കരുത്തുറ്റ തീരുമാനങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് റഷ്യയിൽ നിന്ന് S-400 ട്രയംഫ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായി 10,000 കോടി രൂപ ചെലവിൽ 288 മിസൈലുകൾ കൂടി വാങ്ങാനുള്ള തീരുമാനം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഈ സുപ്രധാന നീക്കത്തിന് അനുമതി നൽകിയതോടെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ രംഗം ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ഒന്നായി മാറുകയാണ്. വെറുമൊരു ആയുധ ഇടപാട് എന്നതിലുപരി ഇത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ ഇന്ത്യയുടെ മേധാവിത്വം ഉറപ്പിക്കുന്ന ഒന്നാണ്. റഷ്യൻ സാങ്കേതികവിദ്യയുടെ വിസ്മയമെന്ന് വിളിക്കാവുന്ന S-400 മിസൈലുകൾ ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായാണ് കണക്കാക്കപ്പെടുന്നത്. ഒരേ സമയം വിമാനങ്ങൾ, ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ കണ്ടെത്തി തകർക്കാൻ ഇതിന് സാധിക്കും. ഇപ്പോൾ ഇന്ത്യ പുതുതായി വാങ്ങുന്ന 288 മിസൈലുകളിൽ 120 എണ്ണം ഹ്രസ്വദൂര പ്രഹരശേഷിയുള്ളവയും 168 എണ്ണം ദീർഘദൂര പ്രഹരശേഷിയുള്ളവയുമാണ്. ഫാസ്റ്റ് ട്രാക്ക് പ്രൊസീജിയർ വഴിയാണ് ഈ ഇടപാട് പൂർത്തിയാക്കുന്നത് എന്നത് ഇതിന്റെ അടിയന്തരാവസ്ഥയെ സൂചിപ്പിക്കുന്നു. അതിർത്തികളിൽ ശത്രുരാജ്യങ്ങൾ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ സജ്ജമായ ഒരു അയൺ ഡോം ഇന്ത്യക്ക് ചുറ്റും നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പാണിത്. 2 S-400 യൂണിറ്റുകൾ കൂടി ഈ വർഷം പകുതിയോടെ ഇന്ത്യയിലെത്താനിരിക്കെ നിലവിലുള്ള സ്റ്റോക്ക് വർദ്ധിപ്പിക്കുക എന്നത് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള തയ്യാറെടുപ്പാണ്. ഈ തീരുമാനത്തിന് പിന്നിൽ സമീപകാലത്തുണ്ടായ സൈനിക നീക്കങ്ങളുടെ വലിയൊരു പശ്ചാത്തലമുണ്ട്. 2025 മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയിൽ S-400 മിസൈലുകൾ നൽകിയ മുൻതൂക്കം ലോകം കണ്ടതാണ്. അതിർത്തി കടന്നു വന്ന പാകിസ്ഥാന്റെ അത്യാധുനിക യുദ്ധവിമാനങ്ങളെയും നിരീക്ഷണ ഡ്രോണുകളെയും തുരത്തുന്നതിൽ ഈ സംവിധാനം നിർണായകമായ പങ്കുവഹിച്ചു. പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് ഏകദേശം 314 കിലോമീറ്റർ അകലെയുള്ള ശത്രു വിമാനത്തെ S-400 തകർത്തത് പാകിസ്ഥാൻ സൈന്യത്തെ അമ്പരപ്പിച്ചു. ഈ സംഭവത്തിന് പിന്നാലെ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമസേന താവളങ്ങൾ അതിർത്തിയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ അതിർത്തികളിലേക്ക് മാറ്റാൻ നിർബന്ധിതമായത് ഇന്ത്യയുടെ പ്രഹരശേഷിയുടെ തെളിവാണ്. ഈ ഓപ്പറേഷൻ സമയത്ത് മിസൈലുകളുടെ സ്റ്റോക്ക് ഗണ്യമായി കുറഞ്ഞത് പരിഹരിക്കാനാണ് ഇപ്പോൾ 288 മിസൈലുകൾ കൂടി അടിയന്തരമായി വാങ്ങുന്നത്. S-400 സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ലെയേഴ്സ് ഡിഫൻസ് അഥവാ വിവിധ തലങ്ങളിലുള്ള പ്രതിരോധമാണ്. ശത്രുവിനെ ദൂരത്ത് വെച്ച് തന്നെ തിരിച്ചറിയാനും തകർക്കാനും ഇതിന് 4 വ്യത്യസ്ത തരം മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിയും. 400 കിലോമീറ്റർ, 250 കിലോമീറ്റർ, 120 കിലോമീറ്റർ, 40 കിലോമീറ്റർ എന്നിങ്ങനെ വ്യത്യസ്ത ദൂരപരിധികളിലുള്ള ലക്ഷ്യങ്ങളെ ഇത് ഒരേ സമയം നേരിടും. ഇപ്പോൾ ഇന്ത്യ വാങ്ങുന്ന മിസൈലുകളിൽ ഹ്രസ്വദൂര, ദീർഘദൂര മിസൈലുകളുടെ സന്തുലിതമായ മിശ്രണം ഉള്ളതിനാൽ എന്തുതരം വ്യോമാക്രമണത്തെയും നിഷ്പ്രഭമാക്കാൻ സൈന്യത്തിന് കഴിയും. ഇതിനൊപ്പം റഷ്യയുടെ തന്നെ പാൻസർ ഹ്രസ്വദൂര പ്രതിരോധ സംവിധാനം കൂടി ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. S-400 വലിയ ലക്ഷ്യങ്ങളെ തകർക്കുമ്പോൾ താഴ്ന്നു പറക്കുന്ന ചെറിയ ഡ്രോണുകളെയും കാമിക്കാസെ ഡ്രോണുകളെയും നേരിടാൻ പാൻസർ സഹായിക്കും. ഈ 2 സംവിധാനങ്ങളും ഒന്നിക്കുമ്പോൾ ഇന്ത്യൻ ആകാശം ശത്രുക്കൾക്ക് അപ്രാപ്യമായ ഒരു കോട്ടയായി മാറും. ഭാരതത്തിന്റെ പ്രതിരോധ നയത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകരിച്ച 3.60 ലക്ഷം കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതികൾ. മിസൈലുകൾക്ക് പുറമെ 114 മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ, റഫാൽ യുദ്ധവിമാനങ്ങൾ, P-8I സമുദ്ര നിരീക്ഷണ വിമാനങ്ങൾ എന്നിവയും ഈ പട്ടികയിലുണ്ട്. ഇതിൽ ശ്രദ്ധേയമായ കാര്യം വാങ്ങുന്ന വിമാനങ്ങളിൽ ഭൂരിഭാഗവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും എന്നതാണ്. ഇത് രാജ്യത്തിന്റെ സ്വാശ്രയത്വവും പ്രതിരോധ ഉൽപ്പാദന രംഗത്തെ വളർച്ചയും ഉറപ്പാക്കുന്നു. കരസേനയ്ക്കായി വിഭവ് ആന്റി ടാങ്ക് മൈനുകൾ വാങ്ങാനും T-72 ടാങ്കുകൾ ആധുനികവൽക്കരിക്കാനുമുള്ള തീരുമാനം കരയുദ്ധരംഗത്തും ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കും. സമുദ്ര സുരക്ഷയ്ക്കായി നേവിക്ക് ലഭിക്കുന്ന പുതിയ ഗ്യാസ് ടർബൈൻ ജനറേറ്ററുകളും നിരീക്ഷണ വിമാനങ്ങളും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനമുറപ്പിക്കാൻ സഹായിക്കും. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ റഷ്യയുമായുള്ള ഈ ഇടപാട് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാധികാരത്തിന്റെ അടയാളം കൂടിയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോഴും രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് റഷ്യയുമായുള്ള സൈനിക ബന്ധം ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും ദീർഘകാലമായുള്ള വിശ്വാസ്യതയുമാണ് റഷ്യയെ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളിയാക്കി നിലനിർത്തുന്നത്. അതേസമയം തന്നെ ഫ്രാൻസിൽ നിന്ന് റഫാൽ വിമാനങ്ങളും അമേരിക്കയിൽ നിന്ന് സമുദ്ര നിരീക്ഷണ വിമാനങ്ങളും വാങ്ങുന്നത് വഴി ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ പ്രതിരോധ സ്രോതസ്സുകൾ വിപുലീകരിക്കാനും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്.
സാധാരണക്കാർക്ക് ഒരുപക്ഷെ ഇതൊരു വലിയ സാമ്പത്തിക ചെലവായി തോന്നിയേക്കാം. എന്നാൽ ഒരു രാജ്യം സാമ്പത്തികമായി വളരണമെങ്കിൽ ആ രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമായിരിക്കണം. ശത്രുരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു പിഴവ് പോലും രാജ്യത്തിന്റെ പുരോഗതിയെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിച്ചേക്കാം. S-400 പോലെയുള്ള സംവിധാനങ്ങൾ നൽകുന്ന ഡിറ്ററൻസ് അഥവാ പ്രതിരോധ പ്രഹര ശേഷി ശത്രുവിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്മൾ കരുത്തരാണെന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ അതിർത്തികളിൽ സമാധാനം നിലനിൽക്കുകയുള്ളൂ. 314 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തെ തകർക്കാൻ ശേഷിയുള്ള ഒരു രാജ്യം തങ്ങളുടെ ആകാശത്ത് കാവൽ നിൽക്കുന്നുണ്ടെന്ന ബോധ്യം ഏതൊരു ശത്രുവിനെയും അസ്വസ്ഥനാക്കും. ചുരുക്കത്തിൽ 288 മിസൈലുകൾ വാങ്ങാനുള്ള ഈ തീരുമാനം കേവലം പടക്കോപ്പുകൾ ശേഖരിക്കലല്ല, മറിച്ച് ഭാരതത്തിന്റെ ആത്മവിശ്വാസത്തിന്റെയും പ്രതിരോധ സന്നദ്ധതയുടെയും പ്രഖ്യാപനമാണ്. ഹൈടെക് യുദ്ധമുറകൾ മാറുന്ന കാലത്ത് ഡിജിറ്റൽ സെൻസറുകളും ദീർഘദൂര മിസൈലുകളും ഉപയോഗിച്ച് അതിർത്തികൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിനായി ചെലവഴിക്കുന്ന ഓരോ രൂപയും വരും തലമുറകളുടെ സുരക്ഷയ്ക്കായി നടത്തുന്ന നിക്ഷേപമാണ്. വരും മാസങ്ങളിൽ ഈ മിസൈലുകൾ വ്യോമസേനയുടെ ഭാഗമാകുന്നതോടെ ഇന്ത്യൻ ആകാശം കൂടുതൽ സുരക്ഷിതമാകും. ശത്രുക്കളുടെ ഏത് നീക്കത്തെയും മുളയിലെ നുള്ളാൻ ശേഷിയുള്ള, ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു പ്രതിരോധ കവചമായി ഇന്ത്യ മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.